ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ടുള്ള ലീഡ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മളെ കയ്യിലുള്ള ടോട്ടൽ ലീഡ്സ്, അതിൽ എത്രണ്ണം ക്ലോസ് ആയിട്ടുണ്ട്, അതിൽ എത്രണ്ണം ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്, അതിൽ എത്രണ്ണം നമുക്ക് ഡ്രോപ്ഡ് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ലീഡ്സിൻ്റെ കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മളെ ഈ എൻക്വയറി ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ ലീഡ്സിൻ്റെ സ്റ്റാറ്റസ് മാറ്റുന്നുണ്ട്, ഫോളോ അപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ട്, ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലീഡ്സ് എത്ര എണ്ണം ഉണ്ട്, നോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലീഡ്സ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഒന്ന് നമ്മൾ ലീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ലീഡ്സ് എഡിറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എൻക്വയറി ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ലീഡ്സ് നമ്മൾ ഓരോ ടൈമിൽ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് റിപ്പോർട്ട് എടുത്ത് നമുക്ക് ഫോളോ അപ്പ് ആഡ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മളെ സ്റ്റുഡൻറ് കൗൺസിലർ അല്ലെങ്കിൽ ടെലികോളേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എൻക്വയറി റിപ്പോർട്ട്, ഇപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിൽ വന്നിട്ടുള്ള ഇന്ന ഡേറ്റ് വരെയുള്ള ലീഡ്സിൻ്റെ ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, അത് നമുക്ക് ഒരുപാട് ടൈപ്പിൽ എടുക്കാൻ പറ്റും. വെച്ചാൽ കോഴ്സ് അല്ലെങ്കിൽ പിന്നെ കൺട്രിക്കുള്ള കുട്ടികളുടെ ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്നും തന്നെ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡാഷ്ബോർഡ്, പിന്നെ നമുക്ക് കോഴ്സ്, യൂണിവേഴ്സിറ്റി, കൺട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും യൂസർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്കിതിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വന്നിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ അഡ്മിനും വരുന്നുണ്ട്, പിന്നെ നമുക്ക് യൂസേഴ്സും വരുന്നുണ്ട്. യൂസേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പെർമിഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അവർ ചെയ്തിട്ടുള്ള ലീഡ്സും കാര്യങ്ങളും. അപ്പോൾ അവർ ഏത് ബ്രാഞ്ചിലാണോ അവിടുത്തെ ഡീറ്റെയിൽസ് മാത്രമേ അവർക്ക് കാണാത്ത ഓപ്ഷൻസും, പിന്നെ അഡ്മിനായിട്ട് സെറ്റ് ചെയ്യാനും, പിന്നെ നമുക്ക് പെർമിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മളെ എൻക്വയറി ഫോമാണ്. അപ്പോൾ എൻക്വയറി ഫോമിൻ്റെ അകത്ത് നമുക്കിപ്പോൾ സ്റ്റുഡൻറ് നെയിം വരുന്നുണ്ട്, മൊബൈൽ നമ്പർ വരുന്നുണ്ട്, പാരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന അഡ്രസ്സ്, പിന്നെ വരുന്നത് സർവീസ് ലുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റഡി വിസ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, മൈഗ്രേഷൻ ആണ്, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രി വരുന്നുണ്ട്, ഇപ്പോൾ ഏത് കൺട്രിയാണ് വേണ്ടത് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പിന്നെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി, പിന്നെ അതിൻ്റെ കോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലീഡ് പ്രയോറിറ്റി വരുന്നുണ്ട്, പിന്നെ സോഴ്സ് ഓഫ് എൻക്വയറി വരുന്നുണ്ട്. ലീഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ പ്രയോറിറ്റികൾ ഇനിയും സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വല്ല ടാഗും അതിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സോഴ്സ് ഓഫ് എൻക്വയറി വരുന്നുണ്ട്, ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് എന്നാണോ, ഗൂഗിൾ ആഡ് എന്നാണോ, അങ്ങനത്തെ നേരിട്ട് വന്നതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കൗൺസിലർ ഡിഫോൾട്ടായിട്ട് ലോഗിൻ ചെയ്യുന്ന കൗൺസിലറോട് വന്നിട്ട് പിന്നെ അവർ അണ്ടറിലാണ് ആ എൻക്വയറി പോകുക. അഡ്മിന് മൊത്തം കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ സെൻറ്റർ ഇവിടെ വരുന്നുണ്ട്, ബ്രാഞ്ച് വരുന്നുണ്ട്. പിന്നെ ഫോളോ അപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ക്രിയേഷൻ ഡേറ്റ് കറണ്ട് ഡേറ്റ് തന്നെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് നമുക്ക് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ഇവിടെ കൊടുക്കും. അപ്പോൾ ഈ ഡേറ്റിലുള്ള കുട്ടികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മളെ ലീഡ്സ് ഇൻട്രസ്റ്റഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു റിമാർക്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിൽ സ്റ്റുഡൻറ്റിനെ എൻ്റർ ചെയ്ത് നോക്കാം. മൊബൈൽ പേര് ഇവിടെ കൊടുക്കാം. റീജിയൻ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുന്നതായി തന്നെ ആ ലൊക്കേഷൻ ഇവിടെ കൊടുക്കാം. പിന്നെ പ്രിഫേർഡ് കോളേജ് നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. കോഴ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പുതിയ കോഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ടൂൾസ് പോയിട്ട് ആഡ് ചെയ്യാം. ഈ ഒരു സെലക്ട് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ടൂൾസിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലീഡ് പ്രയോറിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാം. സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലിലേക്കാണ് വരും. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓരോ ടൈമിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇതാക്കാം. നമുക്ക് ഇവിടുന്ന് പുതിയ എൻക്വയറി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ആഡ് ചെയ്യാം. വാട്സപ്പ് ത്രൂ നമുക്ക് നമ്മൾ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് എഡിറ്റ് എൻക്വയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം.
ഇപ്പോൾ ഇവിടെ തന്നെ വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊഫൈൽ എടുക്കാൻ എഡിറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് എൻക്വയറി ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലുള്ള ഫോളോ അപ്പിന്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തത് നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് 15 കൊടുത്തിരുന്നത്. അപ്പോൾ ആ 15 ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ 15-ാം തീയതി നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട കുട്ടികളുടെ ലിസ്റ്റ് ആ ഒരു കൗൺസിലർ ആണ് ലോഗിൻ ചെയ്യുന്നത് വെച്ചാൽ ആ കൗൺസിലറിന്റെ അണ്ടറിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു ഫോളോ അപ്പ് നമ്മൾ കുട്ടിക്ക് വിളിച്ചിട്ട് നമ്മളിവിടെ ഒരു ഫോളോ അപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ ഫോളോ അപ്പ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. സ്റ്റാറ്റസ് പുതിയ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടി നമുക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം. റിമാർക്സ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറന്റ്ലി അതായിട്ട് മാറി, അതിന്റെ നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്ന സ്റ്റുഡന്റ് കൗൺസിലറെ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാം. പിന്നെ എൻക്വയറി റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന കോഴ്സിൽ പഠിക്കുന്ന ലീഡ്സ് വന്നിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ അതെടുക്കുക. അത് മൊബൈൽ നമ്പർ മാത്രം മതി അങ്ങനെ എടുക്കുക. ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാം. പിന്നെ വരുന്ന കൗൺസിലർ റിപ്പോർട്ടാണ്. കൗൺസിലർ എത്ര ലീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കൗൺസിലേഴ്സ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഓരോ കൗൺസിലർ പേര് അതിൽ പിന്നെ ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ കൊടുത്താൽ അതിൽ ഇത്ര ലീഡ്സ്, അതിൽ ഇത്ര ക്ലോസ് ആയിട്ടുണ്ട്, ഇത്ര ഡ്രോപ്ഡ് ആയിട്ടുണ്ട്, ബാലൻസ് ഇത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കിട്ടും. പിന്നെ അതിന്റെ കാര്യങ്ങളാണ് വരുന്ന ടൂൾസിന്റെ അകത്ത് നമുക്ക് പുതിയൊരു കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പോയിട്ട് ആഡ് ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉള്ള ലീഡ്സും മൊത്തം കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു.